കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഇങ്ങനെ ഒരു റെസിപ്പി മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കാം. അതൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. മൈദ വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. അങ്ങനെ 1 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തിക്കായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ ലൂസിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഒരു 1/4 കപ്പും പാല് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിരിക്കലും വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതിലേക്ക് വലിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വലുതൊന്നാട്ടോ എടുത്തിട്ട്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. പിന്നെ 1 കപ്പ് ചിരവിയ തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ അതിലേക്ക് തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു 3 ഏലക്കായുടെ സീഡ്സ് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ശർക്കര പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മെൽറ്റാക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ ശർക്കരപ്പാനിയൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ അതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്ത മാവ് വെച്ചിട്ട് അപ്പൊ നോൺ സ്റ്റിക്കിന്റെ തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ശരിക്കും ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഈ രീതിയിൽ റൗണ്ടിൽ അങ്ങ് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ അത് ഒരു ഭാഗമായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉടനെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ശർക്കരപ്പാനിയിൽ ഈ ഒരു ക്യാരറ്റും തേങ്ങയ്ക്ക് വരുമ്പോൾ എന്നിട്ട് ആ ഒരു ചൂടോട് കൂടെ തന്നെ 4 ഭാഗത്തു നിന്നും ഇതുപോലെ മടക്കി വെക്കുക. ചൂടോട് കൂടെ ആകുമ്പോൾ തന്നെ അത് ഒട്ടിക്കിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ ഇങ്ങനെ ഒട്ടിക്കിട്ടില്ല. എന്നിട്ട് തിരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബോക്സ് ഷേപ്പിലാക്കി എടുക്കുക. എല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും കേട്ടോ. ഒരു മുട്ട, അതിലേക്ക് 1/4 കപ്പ് പാല്, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ബോക്സ് ഉണ്ടല്ലോ, നെയ്യ് കുറച്ചും കൂടെ നെയ്യൊന്നൊരു പാനിലേക്ക് ആക്കിയിട്ട് ആ ഓരോ ബോക്സും ആ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ആ ഒരു നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് ആ 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ചെയ്തെടുക്കുക. ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ 5 ബോക്സസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തുള്ളൂ. ഫില്ലിങ്ങും കറക്റ്റ് ആണ്, മാവും കറക്റ്റ് ആട്ടോ 5 എണ്ണത്തിനുള്ളത്. അപ്പൊ ഈ രീതി വെച്ച് 5 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ 2 സൈഡും ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടെ കഴിക്കട്ടെ. തണുത്താലും കുഴപ്പമൊന്നുമില്ല, തണുത്താലും കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റെസിപ്പി ആട്ടോ. റെസിപ്പി ഇഷ്ടമായാൽ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.